2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ UDF നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പൊതുജനം. ഒരു സൈഡിലൂടെ മറ്റു പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാക്കളെ അടക്കം UDF തിരികെ കയറ്റുന്ന പ്രതിഭാസം തകൃതിയായി നടക്കുന്നുണ്ട്. മറുവശത്താണെങ്കിൽ പലരും പാർട്ടി വിടുന്നെന്ന ആരോപണങ്ങൾ കൊണ്ട് സൈബർ ഇടങ്ങൾ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഷാനിമോൾ ഉസ്മാൻ പാർട്ടി വിടുന്നു എന്ന വാർത്തകളും അതിന് അവർ കൊടുത്ത മറുപടികളുമായിരുന്നു. എന്നാൽ ഒരു രാത്രി കൊണ്ട് കാര്യം മാറിമറിഞ്ഞു. ഇന്നത്തെ ചൂടുള്ള വാർത്ത TN പ്രതാപൻ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ വാർത്തകൾ ചൂടപ്പം പോലെ പ്രചരിപ്പിച്ചതോടെ TN പ്രതാപൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തി. കോഴി കോട്ടുവായി ഇടുന്നത് പോലെയുള്ള വ്യാജ പ്രചാരണങ്ങളും ജൽപ്പനങ്ങളും തന്നെ ബാധിക്കില്ലെന്നാണ് TN പ്രതാപൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. TN പ്രതാപൻ ഫേസ്ബുക്കിൽ കുറിച്ചതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മനോവൈകൃതമുള്ള ചില സൈബർ ബുദ്ധിജീവികൾ എനിക്കെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. അതിലൊട്ടും പുതുമയില്ലെന്നതാണ് നേര്. KSUവിലൂടെ പൊതുജീവിതം തുടങ്ങിയ കാലത്ത് തന്നെ എതിരാളികൾ എനിക്കെതിരെ എന്തെല്ലാം നുണപ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ആക്ഷേപവും അവഹേളനവും തുടങ്ങി എന്തെല്ലാം കണ്ടിരിക്കുന്നു. നിലപാടുകളിൽ ഉറച്ചു നിന്നതിനാൽ, മണ്ണിനും മനുഷ്യനും വേണ്ടി നിലയുറപ്പിച്ചതിനാൽ പൊതുമധ്യത്തിൽ ജാതി അധിക്ഷേപങ്ങൾ വരെ നേരിട്ടിട്ടുണ്ട്. സ്കൂൾ പാർലമെന്റ് മുതൽ തളിക്കുളം പഞ്ചായത്തും കേരള നിയമസഭയും അടക്കം ഇന്ത്യൻ പാർലമെന്റ് വരെ എന്റെ ജനപ്രതിനിധി ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷവും RSSും അവർക്കാവും വിധം എന്നെ അധിക്ഷേപിച്ചു പോന്നിട്ടുമുണ്ട്. അന്നൊന്നും തളർന്നിട്ടില്ല. കടലിന്റെ മടിത്തട്ടിൽ കടലിന്റെ ഊഷരതയും വെല്ലുവിളികളും ഏറ്റി വളർന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് ഞാൻ. കോഴി കോട്ടുവായി ഇടുന്നത് പോലെ വ്യാജ പ്രചരണങ്ങളും ജൽപ്പനങ്ങളും എന്നെ ബാധിക്കില്ല. ഓരോരുത്തരും അവരവരുടെ സംസ്കാരം കാണിക്കുന്നു എന്നേ അതേക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. മാന്യമായ വിയോജിപ്പുകളും രാഷ്ട്രീയ വിമർശനങ്ങളും എന്നും ആദരവോടെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത്തരം സംവാദങ്ങൾ നമ്മെ കൂടുതൽ ക്രിയാത്മകവും സർഗാത്മകവുമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ മറിച്ചുള്ള ആക്ഷേപങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ ദുർബലപ്പെടുത്തും. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അപരനെയും അവന്റെ കുടുംബാദികളെയും അധിക്ഷേപിക്കുന്ന ഒരു സൈബർ സംസ്കാരം അപലപനീയമാണ്. സ്കൂൾ പാർലമെന്റ് മെമ്പർ മുതൽ ഇന്ത്യൻ പാർലമെന്റ് വരെയും KSU സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ AICC സെക്രട്ടറി വരെയും ആയത് കഠിനാധ്വാനത്തിലൂടെയാണ്. പാർട്ടി എന്നിലർപ്പിച്ച വിശ്വാസത്തിന് പ്രതിഫലനമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം അങ്ങനെ പരിഗണിക്കുന്നു എന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മണ്ണും മനുഷ്യനുമാണ് എന്റെ മതം, കോൺഗ്രസ് ആണ് എന്റെ സമുദായം. അതങ്ങനെ തുടരുമെന്ന് പറഞ്ഞാണ് TN പ്രതാപൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റിലൂടെ തന്നെ വേട്ടയാടാൻ ശ്രമിച്ചത് സൈബർ സഖാക്കന്മാരും സൈബർ സംഘികളുമാണെന്ന് പറയുകയാണ് TN പ്രതാപൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത നീക്കമാണ് ഈ സൈബർ ആക്രമണമെന്നാണ് മറ്റ് പാർട്ടിക്കാർ പറയുന്നത്. സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ ഉൾപ്പെടുത്തില്ലെന്ന് ഉറപ്പുള്ള നേതാക്കൾ അവരുടെ തന്നെ സൈബർ പടയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പാർട്ടി വിടുന്നുവെന്നും വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അംഗത്വം എടുത്തു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ആളിക്കത്തിക്കും. ആക്രമണത്തിന് ഇരയാകുന്നവർ പ്രതികരണവുമായി രംഗത്തെത്തും. ഇങ്ങനെ പ്രതികരണം നടത്തുന്നവരെ നേതൃത്വത്തിന് സീറ്റ് വിഭജന ചർച്ചകളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ കുറച്ചു നാളുകളായി സജീവമല്ലാതിരുന്ന നേതാക്കന്മാർ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലെ ആക്റ്റീവായി ഇറങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് വിസ്മയമെന്നാണ് ഈ സൈബർ ആക്രമണങ്ങളിൽ പുലബന്ധം പോലും ഇല്ലാത്തവരുടെ പൊതുവെയുള്ള അഭിപ്രായം. സ്വന്തം പാർട്ടിയിലെ സൈബർ വെട്ടുകിളികളെ കൂട്ടുപിടിച്ച് തനിക്കെതിരായ വാർത്തകൾ സൃഷ്ടിച്ച് സീറ്റ് മേടിച്ചെടുക്കാനുള്ള തന്ത്രത്തെ പോളിഷ് അടിച്ച് മറ്റു പാർട്ടിക്കാരുടെ ചുമലിൽ കെട്ടിവെക്കുന്ന പൊളിറ്റിക്കൽ തന്ത്രം കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള മുന്നറിയിപ്പ്.